നമസ്കാരം. പറപ്പൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അന്നകര തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിൽ നവംബർ 16 ശനിയാഴ്ച മുതൽ 25 തീയതി തിങ്കളാഴ്ച വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടത്തപ്പെടുമെന്ന് ക്ഷേത്രസമിതി അറിയിച്ചു. തോളൂർ വഴിയിൽ ശാഖവൻകാവ്, മടപ്പുള്ളിക്കാവ് ക്ഷേത്രങ്ങളിലെ 10ാം ഉദയത്തോടനുബന്ധിച്ച് കാളമെഴുത്തുപാട്ട് സംഘടിപ്പിക്കുന്നു. 2013 ഡിസംബർ 25 തീയതി വഴിയിൽ ശാഖവൻകാവ്, മടപ്പുള്ളിക്കാവ് ക്ഷേത്രങ്ങളിലെ 10ാം ഉദയ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ക്ഷേത്രാചാരങ്ങളോടെ ആചരിക്കുന്നു. ഡിസംബർ 15 തീയതി വേട്ടക്കാരൻ പാട്ടോടുകൂടി ആരംഭിക്കുന്ന കളമെഴുത്തുപാട്ട് ഡിസംബർ 25 തീയതി ഭഗവതി പാട്ടോടുകൂടി സമാപിക്കുമെന്ന് ക്ഷേത്രസമിതി അറിയിച്ചു. പറപ്പൂർ പള്ളി പരിസരത്ത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് PWD അധികൃതരുമായി തർക്കം മൂർച്ഛിക്കുന്നു. പള്ളിയുടെയും സ്കൂളിൻ്റെയും പ്രധാന ഗേറ്റിൽ പുതുതായി നിർമ്മിച്ച ഖാനയുടെ മുകളിൽ സ്ലാബ് ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും തർക്കം ഉടലെടുത്തത്. പ്രധാന കൈക്കാരൻ കുര്യനും PWD റോഡ് കോൺട്രാക്ടർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുമായി നടത്തിയ ചർച്ച വിഫലമാവുകയും ചെയ്തു. PWD അധികൃതർ നിരുത്തരവാദിത്തപരമായി പെരുമാറുകയും ചെയ്തു. ഈ വിഷയത്തിൽ സ്ഥലം MLA ഉൾപ്പെടെ പ്രധാനപ്പെട്ട അധികൃതരുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാനായത്. ഇവിടെയും ഇത് വർക്ക് തുടങ്ങാനായിട്ട് ഇവർക്ക് പള്ളിക്കാർ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ആദ്യം ഡെപ്പോസിറ്റ് കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ കാശൊന്നും വേണ്ട, ഇത് പൊതു കാര്യമല്ലേ, അതുകൊണ്ട് നല്ലൊരു കാര്യം ചെയ്യുന്നതിന് പള്ളിക്കാർ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിക്കാരെന്നാൽ ശരി എല്ലാം ചെയ്യാമെന്ന് സഹകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇവരുടെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യാനായിട്ടുള്ള ഒരു മാസമായിട്ട് ഇവർക്ക് ഇതിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ മെറ്റീരിയൽ ഇവിടെ ഇട്ടിട്ട്. അതിനിടയ്ക്ക് ഇവർ ഒരുപാട് കാര്യങ്ങൾ നശിപ്പിച്ചു. അപ്പോഴും നമ്മൾ ഇന്ത്യ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടേ പോകുള്ളൂ, നിങ്ങളുടെ കോമ്പൗണ്ട് എല്ലാം എങ്ങനെ കിടന്നിരുന്നു അതുപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നമ്മളോട് ചോദിക്കാതെ തന്നെ എല്ലാ കോമ്പൗണ്ടിലുള്ള എൻട്രൻസ് പൊളിച്ചിട്ട് സ്ലാബുകൾ ഇടേണ്ട കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വണ്ടികൾ ഉള്ളിൽ കിടക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിലെ സ്ലാബ് പൊളിച്ചിട്ട് അവിടെ ഇട്ടു. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിലേക്കും ഞങ്ങൾ നമ്മുടെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള പള്ളി എൻട്രൻസിലേക്കുള്ള സ്ലാബ് ഇടാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഇട്ടുതരാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പള്ളിക്കാർ ചെയ്യുക, അത് പള്ളിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പള്ളി ഞങ്ങൾക്ക് 3 മീറ്റർ സ്ഥലം വിട്ടുതരാമെന്നാണെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷേ പള്ളി ഇതിനൊക്കെ എല്ലാം സമ്മതമാണ്, പള്ളി ഇത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പള്ളി ഇതിൽ പ്രതിനിധിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിത് സ്ഥലം കൊടുക്കാമെന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് പൊതുവായിട്ടുള്ള തീരുമാനങ്ങൾ അതിന് ഇവർ യാതൊരാൾ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ തന്നെ ഞങ്ങൾ ബലമായിട്ട് പൊളിക്കും, അതിനുള്ള കഴിവും അധികാരം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിനും പുറമെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ 20-ാം തീയതിക്ക് 25-ാം തീയതിക്ക് ഉള്ളിൽ ഈ സ്ഥലം സൈറ്റ് ഞങ്ങളെ ക്ലീൻ ചെയ്ത് തരണം, ഞങ്ങളുടെ പെരുന്നാളാണ്, ഞങ്ങൾക്കിവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും എടുത്തു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു നിങ്ങൾ പള്ളിക്കാർ ചെയ്തോ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ പണി കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണെന്ന്. ഇവിടുത്തെ സൂപ്പർവൈസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു AO പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് ഇവിടെ പള്ളിയുടെ മുമ്പിലത്തെ പണി സ്ലാബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബില്ല് പാസ്സാക്കി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ബോംബെക്കാരൻ നിമ്മറാൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു, അവനെ വിളിച്ചു. അവൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, ഞങ്ങളുടെ ബില്ല് പാസ്സാക്കി തരില്ല, അതുകൊണ്ടാണ് കുര്യൻ സാറെ ഞങ്ങൾ പണി ചെയ്യാത്തത്. അത് കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയും ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇത് ശരിയാക്കാണ്ട് ഇവരെല്ലാം വണ്ടിയും സാധനങ്ങളും കൊണ്ടുപോയില്ല, അതേപടി ഈ സ്ഥലം അങ്ങനെ തന്നെ കച്ചറാക്കിയിട്ട് എന്തെല്ലാം മണ്ണും വേസ്റ്റൊക്കെ ഇവിടെ എടുക്കുന്നു, അത് പള്ളിക്കാരെന്നെ ക്ലീൻ ചെയ്തോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ കൊണ്ടുപോകണ നേരത്ത് ഞങ്ങൾ വണ്ടി ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ ഇവിടെ വന്നിട്ട് വീഴിലും കൊച്ചു കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കടക്കാൻ വരെ സ്കൂളിൽ പോകാൻ പറ്റാത്ത തരത്തിലാണ്. ഇത് ഞങ്ങൾ കുറേ ആൾക്കാർ ബഹളം കൂടി നടന്നപ്പോൾ ഇപ്പോൾ അവർ പറയണം ഞങ്ങളാരും പറഞ്ഞില്ലേ, പറയാമെന്ന് ഉദ്ദേശിച്ചു, നിങ്ങൾ വേണേൽ ചെയ്തോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ സ്ലാബ് ഇടാൻ തീരുമാനമുണ്ട്, പക്ഷേ ഇപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും തീരുമാനമായിട്ടില്ല. അവർ പറഞ്ഞത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് നടത്തുന്ന ആൾ ലിജോ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞത് നിങ്ങളിവിടെ വണ്ടി തടഞ്ഞു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബലമായിട്ട് ഞങ്ങളുടെ ഗുണ്ടകൾ വന്നിട്ട് ഈ വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞത്. അത് ഞങ്ങളോട് പറയേണ്ട ഒരു കാര്യമല്ല. ബലമായിട്ട് ഞങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ ഒരു കാര്യം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിനുള്ള മറുപടിയാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞാൽ അത് AOനോട് പറഞ്ഞോളാം. AO പറയുമ്പോൾ പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല, അത് PWD പണിയല്ല, അത് അവരെ കോൺട്രാക്ടർ വർക്കാണെന്ന്.
ഇത് നമ്മളൊരു ഉപകാരം ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇട്ടിട്ട് പണികളായി. ഇവർ ഈ ചുറ്റുപാടുള്ള മതിലുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് പോകാനായിട്ടുള്ള വെള്ളത്തിന് പൈപ്പ് ഇട്ടുള്ളത്, ആ പൈപ്പ് മുഴുവൻ പൊട്ടിച്ചിട്ട് റോഡിലേക്കാണ് വെള്ളം വിടുന്നത്. കാന പണിതുണ്ട്, കാനയിൽ കൂടി വെള്ളം പോകുന്നില്ല. പൈപ്പുകൾ ഞങ്ങൾ അഡീഷണലായി ഞങ്ങൾ വെച്ചുള്ള പൈപ്പുകൾ മുഴുവൻ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്ലാബിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പുറത്തേക്ക് റോഡിലേക്കാണ് വിടുന്നത്. ഇപ്പോൾ ഇതിന് യാതൊരു തീരുമാനവും ഇവർ എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ചെയ്തോ, പള്ളിക്കാർ ചെയ്തോ എന്നുള്ള പോലെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചത്. സഖാവ് കൃഷ്ണപിള്ളയുടെ സ്മാരക പ്രതിമ തകർത്തതിൽ പ്രതിഷേധിച്ച് CPIM തോളൂർ മണ്ഡലം ലോക്കൽ കമ്മിറ്റി പറപ്പൂരിൽ പ്രകടനം നടത്തി. സെക്രട്ടറി KP രവീന്ദ്രൻ, PO ജോസ്, KL സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. തോളൂർ മണ്ഡലം കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥം പറപ്പൂർ സെൻറ്ററിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ മണ്ഡലം പ്രസിഡന്റ് CK ലോറൻസ്, തോമസ് ചെറുമൽ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനി, വൈസ് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, മേബിൾ മത്തായി, സൈമൺ മാറോക്കി, സൈമൺ പുത്തൂർ, ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, രശ്മി എടക്കളത്തൂർ, സതീശൻ അരിമ്പൂർ, ജോൺ ചെറിയാൻ, ഭാസ്കരൻ പാമ്പങ്കൽ എന്നിവർ പങ്കെടുത്തു. പറപ്പൂർ ഫൊറോന ദേവാലയത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ജപമാല റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരംഭിച്ച റാലി ചാലക്കൽ റോഡിൽ കൂടി പെരിഞ്ചാല അമ്പലത്തിന് മുന്നിൽ നിന്നും തിരിഞ്ഞ ശേഷം പാറ റോഡിൽ പ്രവേശിച്ചു. തിരിച്ച് ഓട്ട് കമ്പനി വഴി മെയിൻ റോഡിൽ പ്രവേശിച്ച് പള്ളിയുടെ മുൻഭാഗത്ത് സമാപിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ച് ഇടവകജനം ഒന്നുചേർന്ന് ജപമാല ചൊല്ലി അതീവ ഭക്തിയോടെയാണ് റാലിയിൽ പങ്കെടുത്തത്. വഴിയോരങ്ങളിൽ ഒരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ മനോഹരമായിരുന്നു. ജപമാല റാലിയുടെ സമാപനത്തോടനുബന്ധിച്ച് പ്രൊഫഷണൽ CLC സംഘടിപ്പിച്ച നേർച്ചയപ്പ വിതരണം നടന്നു. നേർച്ചയപ്പ വിതരണത്തിന് കൺവീനർ ശ്രീ ജോർജ് മാത്യു P, ശ്രീ സണ്ണി ആലപ്പാട്ട്, സംഘടനാ പ്രസിഡന്റ് ശ്രീ ജോസഫ് പുറത്തൂർ എന്നിവർ നേതൃത്വം നൽകി.
പറപ്പൂർ സെൻറ് ജോൺസ് പൗരാണ ദേവാലയത്തിൽ തിരുനാളിന് മുന്നോടിയായി 2013 നവംബർ 11 വെള്ളിയാഴ്ച 5:30 റവറൻ ഫാദർ പോളി നീലങ്കാവിലിൻ്റെ നേതൃത്വത്തിൽ തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് വരുന്ന നവനാൾ ദിവസങ്ങളിൽ വൈകിട്ട് കുർബാനയും നോവേനയും ലതീഞ്ഞും നടത്തപ്പെടുന്നു. 22-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വൈദ്യുത ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം റവറൻ ഫാദർ മാർ പാസ്റ്റർ നീലങ്കാവിൽ നിർവഹിക്കും. തിരുനാൾ ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന റവറൻ ഫാദർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകും. തുടർന്ന് കൂട് തുറക്കൽ, വെടിക്കെട്ട്, അമ്പ്, വള എഴുന്നള്ളിപ്പ്, പ്രസിദ്ധാന്തി വാഴ്ച എന്നിവ നടക്കും. തിരുനാൾ ദിവസം കാലത്ത് 6 മണിക്കും 7 മണിക്കും 8 മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കും. 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ ജോസ് കോനിക്കര നേതൃത്വം നൽകും. റവറൻ ഫാദർ റോയി വടക്കൻ തിരുനാൾ പ്രസംഗം നിർവഹിക്കും. കേരള കത്തോലിക്ക സഭ നവംബർ 2 ശനിയാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിനമായി ആചരിച്ചു. പറപ്പൂർ പള്ളി സെമിത്തേരിയിൽ നടന്ന വിശുദ്ധ കുർബാനയിലും തുടർന്ന് നടന്ന അനുഷ്ഠാന കർമ്മങ്ങളിലും ഇടവക സമൂഹം ഒന്നടങ്കം പങ്കെടുത്തു. പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ട് നശിപ്പിക്കല്ലേ. നാഥാ നിന്റെ അനുഗ്രഹപൂരം കൊണ്ടു തകർത്ത പ്രാർത്ഥനയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമനഞ്ഞോ. കർത്താവേ നിന്റെ ഉയരത്ത നേടിയ സഭയെ കൈവരിയല്ലേ. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വഴിതടഞ്ഞ് കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. തോളൂർ സെൻട്രലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പറപ്പൂർ മാർക്കറ്റിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് ചിറമൽ, അജിൽ തോളൂർ, ഐജോ പുറത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും പറപ്പൂർ സ്വദേശിയുമായ ബാബു മാസ്റ്ററുടെയും പറപ്പൂർ സെൻറ് ജോൺസ് സ്കൂൾ അധ്യാപികയുമായ ഓമന ബാബുവിൻ്റെയും മകൻ ഫെർഡിയും കാരമുക്ക് ഇടവക എലോത്തിങ്കൽ മുട്ടിക്കൽ പരേതനായ ലോറൻസിൻ്റെയും ഫിലോ ലോറൻസിൻ്റെയും മകൾ റിറ്റിയും വിവാഹിതരായി. തോളൂർ അറങ്ങാശ്ശേരി ലോനപ്പൻ മകൻ അന്തോണി 80 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ ഏലിയ, മക്കൾ ഫ്രാൻസിസ്, അങ്കമണി, സിസിലി, ലൂസി, സിസ്റ്റർ ഗ്രേസി ആൻഡ്രോ, സിസ്റ്റർ റീന ആൻഡ്രോ.